വിശദമായിട്ട് കാണാം. അറിയിക്കാം. നമുക്ക് വിശദമായിട്ട് കാണാം. ഇന്ന് കാണുന്നുണ്ടോ? അല്ല, ഇപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല. വിശദമായിട്ട് തന്നെ കാണാം, വിശദമായിട്ട് തന്നെ സംസാരിക്കാം. ഇതിന് മുൻപ് സംസാരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. കേട്ടോ, ഇന്ന് കാണുന്നുണ്ടോ മാധ്യമങ്ങളെ? ഞാൻ പറയുന്നതിനപ്പുറമാണല്ലോ വാർത്തകളൊക്കെ. എല്ലാം അറിയിക്കുമല്ലോ. പാലക്കാടുണ്ടാവും. സാധാരണഗതിയിൽ അറിയിക്കുന്ന പോലെ അറിയിക്കും. സാധാരണഗതിയിൽ അറിയിക്കുന്നത് പോലെ തന്നെ അറിയിക്കും. സാധാരണ ഇല്ലാണ്ടിരിക്കാൻ കാര്യം എന്താ? ആ കാര്യങ്ങളൊക്കെ അറിയിക്കാന്ന്. പരിപാടികൾ അറിയിക്കാം. വിശദമായിട്ട് സംസാരിക്കാം. പിന്നെ പ്രതിഷേധങ്ങളോടൊന്നും ഒരു കാലത്തും നമുക്കങ്ങനെ നിഷേധാത്മകമായ സമീപനമൊന്നുമല്ലോ. ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയ ഒരാളല്ലേ ഞാൻ. പ്രതിഷേധങ്ങളുണ്ടാകട്ടെ. ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളല്ലേ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത്. അതങ്ങനെ തന്നെ നടക്കട്ടെ. ബാക്കി നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഇവിടുന്ന് അറിയിക്കാറുണ്ടല്ലോ, എപ്പോഴും അറിയിക്കാറുണ്ടല്ലോ. പുതുതായിട്ടൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ, ഞാൻ ഒരുപാട് പ്രതിഷേധം നടത്തിയ ആളല്ലേ. കാണാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അല്ല, നമുക്ക് വിശദമായിട്ട് തന്നെ സംസാരിക്കാം. കേട്ടോ, താങ്ക് യു. വിശദമായി സംസാരിക്കാമെന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ ഇപ്പോൾ പറയുന്നു. പൊതുപരിപാടികൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തോടൊക്കെ അദ്ദേഹം പറയുന്നത് ഓഫീസിൽ നിന്ന് കാര്യങ്ങൾ അറിയിക്കും, ഇതിന് മുൻപും അങ്ങനെയായിരുന്നുവല്ലോ, ആ നിലയ്ക്ക് തന്നെ അറിയിക്കുമെന്നാണ്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, രാഹുൽ MLA ഓഫീസിൽ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാമെന്ന് പറയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ വിപിൻ? ഉന്മേഷ്, അതെ, കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാം. വിശദമായിട്ട് തന്നെ സംസാരിക്കാനുണ്ട്. ഈ പ്രതിഷേധങ്ങളെ ഭയക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോട് മുഖം തിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ താൻ കുറേ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടല്ലേ, അത് ജനാധിപത്യമായിട്ടുള്ള രീതിയിലാണ്, അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ട്, അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നീട് ഉള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം പാലക്കാട് തുടരുമോ എന്നുള്ളതാണ്, മണ്ഡലത്തിൽ തന്നെ സജീവമാകുമോ എന്നുള്ളതാണ്. അങ്ങനെ അല്ലാതിരിക്കാൻ കാരണമുണ്ടോ എന്നുള്ള ഒരു മറുചോദ്യം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അപ്പോൾ പാലക്കാട് തന്നെ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ പ്രതിഷേധമുണ്ടാകുമെന്ന് ഇതിനോടകം തന്നെ BJPയും ഒപ്പം DYFI ഒക്കെ അറിയിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചലനം പാലക്കാടിനെ സംബന്ധിച്ച് ഉണ്ടാക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. മറ്റൊന്നുള്ളത്, കോൺഗ്രസിനകത്ത് ഇത് ഏത് രീതിയിലുള്ളൊരു പ്രതിഫലനം ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയ ആ ഒരു സമയത്ത് തന്നെ അത് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ഉത്തരവ് മറികടന്നിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം മറികടന്ന് അദ്ദേഹം എത്തുന്നു. അതിന് ഒരു വിഭാഗത്തിൻ്റെ ആശീർവാദം ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം തന്നെ മണ്ഡലത്തിൽ സജീവമാകണം എന്നുള്ള ഒരു താല്പര്യമായിരുന്നു പ്രധാനപ്പെട്ട എല്ലാ നേതാക്കൾക്കും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് പിന്നീട് വലിയ രീതിയിലുള്ള ഒരു വീഴ്ചയിലേക്ക് എത്തിക്കുമെന്നുള്ളതായിരുന്നു അവരുടെ ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നത്. അത് ഒരുപക്ഷെ കോൺഗ്രസിന് തന്നെ വലിയ ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ സജീവമാകണം, അതിനൊരു സഞ്ചാര സ്വാതന്ത്ര്യത്തെ അത്തരത്തിൽ തടയേണ്ടതില്ല എന്നുള്ളതാണ്. ആ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് വെച്ചു പുലർത്തുന്നത്. പക്ഷേ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു കോൺഗ്രസിന്റെ പിന്തുണ, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ പോലും മണ്ഡലത്തിൽ ആദ്യ ദിവസം എത്തിയപ്പോൾ ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിൽ KPCC അംഗങ്ങൾ മുതൽ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ജില്ലാ അധ്യക്ഷന്മാർ വരെ ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ പുറമേ നിന്ന് കണ്ടാൽ ഒരു നടപടിയെടുത്തതിന്റെ പേരിൽ ചിരിക്കാതിരിക്കണോ അല്ലെങ്കിൽ കണ്ടാൽ മാറി നടക്കണോ എന്നുള്ളതാണ് DCCയുടെ അധ്യക്ഷൻ ചോദിക്കുന്നത് എങ്കിൽ പോലും ആശ്ലേഷിക്കുന്നതും ഇവരുടെ കൂടെ യാത്ര ചെയ്യുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിപ്പോൾ MLA ഓഫീസ് വരെ ഇതാ എത്തിയിരിക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിലും ഇത് തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായാൽ കോൺഗ്രസിന് അത് ഏത് രീതിയിലായിരിക്കും, അവരുടെ അതിന് ഒരു തിരിച്ചടി ഉണ്ടാവുമോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു അതിനെ മറികടക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ രംഗത്തേക്ക് വരുമോ എന്നുള്ളത് കൂടി ഇനി കൂടുതൽ അറിയേണ്ട ഒരു കാര്യമാണ്. ഇന്ന് രാവിലെ ഈ MLA ഓഫീസിലായിരുന്നു BJPയുടെ പ്രതിഷേധമുണ്ടായത്. ആ BJPയുടെ പ്രതിഷേധത്തിൽ അതിനുശേഷം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. DYFIയുടെ പ്രതിഷേധം ഇന്ന് ജില്ലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് മണ്ണാർക്കാട് ഭാഗത്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ആളുകളെ കാണുന്നു, അദ്ദേഹം ഒപ്പിടേണ്ട ചില നിവേദനങ്ങളിലൊക്കെ ഒപ്പിടുന്നു. ഇത്തരത്തിൽ മണ്ഡലത്തിൽ സജീവമാകുന്നതിൻ്റെ എല്ലാ രീതിയിലുമുള്ള ഒരു തിരക്കിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കടക്കുകയാണ്. ഇന്ന് ഈ കോൺഗ്രസിൻ്റെ പല വീടുകളിലും പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീടുകളൊക്കെ സന്ദർശിച്ചു, അവിടുത്തെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നു. വരുന്ന വഴിക്ക് തന്നെ ഒരു സാധാരണ ഒരു ഹോട്ടലിൽ തന്നെ കയറിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കുന്നത്. അതായത് തനിക്കൊരു എതിർപ്പുണ്ടെങ്കിൽ പോലും താൻ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കൂടുതൽ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുണ്ടായി. ഇപ്പോഴത്തെ വൈകുന്നേരം അദ്ദേഹം MLA ഓഫീസിലേക്ക് കയറ്റില്ല എന്നുള്ളതൊക്കെ ആയിരുന്നു ഇതിനു മുൻപുള്ളൊരു പ്രതിഷേധത്തിൻ്റെ ഒരു ധ്വനി ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെയൊക്കെ തന്നെ
അതിനെ മറികടന്നുകൊണ്ട് അദ്ദേഹം MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി മണ്ഡലത്തിൽ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ളൊരു സൂചന കൂടി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ പ്രതിഷേധം ഏത് രീതിയിലായിരിക്കും, അതൊരു പ്രവചനാതീതം എന്നൊക്കെ രാവിലെ തോന്നിയിരുന്നു എന്നുണ്ടെങ്കിലും അതൊരു കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി നോർമലൈസ് ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിൽ സജീവമാകും മണ്ഡലത്തിൽ എന്നുള്ള ഒരു ധാരണ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മണ്ഡലത്തിൽ ഒപ്പിടേണ്ട ചില പ്രധാനപ്പെട്ട പേപ്പറുകൾ, ഇപ്പോൾ ഈ പൊതുമരാമത്ത് പണികളുമായി ബന്ധപ്പെട്ട് MLA ഒപ്പിടേണ്ട ചില പേപ്പറുകളിൽ, ഈ നിവേദനങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ MLA ഓഫീസിൽ അദ്ദേഹം സീറ്റിലിരുന്നു കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.